എടുത്തി ആഹാ, ഇതെന്തിനാ ഇത്ര നേരത്തെ ചാടി എണീറ്റ് ഇങ്ങോട്ട് വന്നേ? ഇവിടെ അടുക്കളയിൽ അമ്മണിയമ്മയുണ്ട്, പുറം പണിക്ക് വേറെ ആളുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഇപ്പൊ ഞാനും ഉണ്ട്. വേണ്ട വേണ്ട, അതൊക്കെ കുറച്ച് കഴിയട്ടെ. തന്നെയല്ല, നിങ്ങൾ പരിഷ്കാര കുട്ടികൾക്ക് അടുക്കളയും തീയും ചൂടും ഒക്കെ വല്ല നിശ്ചയമുണ്ടോ? ഹോസ്റ്റലിലായാലും വീട്ടിലായാലും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാറ്. അതേ കുറഞ്ഞുള്ള പരിഷ്കാരമൊക്കെ മതി എടുത്തി. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലത്തെ പെൺകുട്ടികളോ? അപ്പൂട്ടന്റെ കണക്കൂട്ടിൽ തെറ്റിയില്ലല്ലോ എന്റെ ഈശ്വര. അപ്പൂട്ടൻ ഭൂമി ഉണരും മുമ്പേ ഉണരും. പുറത്തുണ്ട്. ഇങ്ങ് തന്നെടുത്തി, ഞാൻ കൊടുക്കാം. അപ്പൂട്ടാ, ചായ. ആ, നല്ല സ്റ്റൈലൻ ചായ. ചായപ്പൊടിയുടെ ഗുണം ഇട്ട കൈന്റെ എടുത്ത് ഇട്ടതാ. ആ, അതാണ് ഒരു രുചിമാറ്റം. ചായപ്പൊടി മാറിയിട്ടുണ്ടാവും അല്ലേ? അതെ, ചായപ്പൊടി മാവിലായിന്നാ. ഓ, നമ്മുടെ മാവിലായിരുന്നു. അല്ല, ചെറിയ ഒപ്പം എണീറ്റില്ലേ? ഇല്ല. അതെന്തൊരു മടിയാ. ആ ചായ കിടന്നേ, ഞാൻ കൂടെ കൊടുക്കും. എന്തേ? ഇത് ഞാനാടാ. ആ കുട്ടി കുളിച്ചും കുറുതൊട്ട് അടുക്കളക്കാരിയായി. തടി കുറച്ച് കൂടുതൽ കേട്ടോ. രാവിലത്തെ ഓട്ടം ഒന്ന് സ്ട്രോങ് ആക്കണം. ഇന്നലെ നിന്റെ മനസ്സ് വിഷമിച്ചു എന്ന് ഏട്ടൻ അറിയാം. അതിന് നിന്റെ കൂട്ടുകാരെ ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി എന്നാ തന്നെ ഞാൻ അവരെ വിളിച്ചൊരു സോറി അങ്ങോട്ട് കാച്ചേക്കാം. എന്റെ ഏട്ടൻ ആരോട് സോറി പറയാനൊന്നും പോണ്ട. ഞാൻ അവരെ ഇന്നലെ തന്നെ വിളിച്ച് പാച്ചപ്പാക്കി. ഇന്ന് ടാജിലൊരു പാർട്ടി മതി. അത് നന്നായി. ഇതാ പറയണ, ചുമടെടുത്ത തലയും ബുദ്ധിയുള്ള തലയും രണ്ടും രണ്ടാണെന്ന്. ഹരിയുടെ വരവും നമ്മുടെ ഈ ഒത്തുചേരലും ഒക്കെ എനിക്ക് വലിയ സന്തോഷായിട്ടോ. പക്ഷെ നമ്മുടെ അപ്പുവേട്ടൻ എന്നെ ഇപ്പോഴും കണ്ടൂടാ. ആ, സാരമില്ല. സത്യത്തെ ആളൊരു പാവാ, മാറാൻ പറ്റാത്തൊരു മനുഷ്യൻ. ഒന്ന് റെസ്പെക്ട് ചെയ്യണേ. എക്സ്ക്യൂസ് മീ, ഒന്നങ്ങോട്ട് മാറിയിരുന്നേ. മിസ്സിസ് റോയ്, നിങ്ങളെ പണ്ട് കണ്ടപ്പോ എങ്ങനെ ഇരുന്നോ അതേപോലെ ഇരിക്കുന്നു. അതേ കണ്ണ്, അതേ കവിള്, അതേ മൂക്ക്, വയറ് മാത്രം അല്പം ചാടിയിട്ടുണ്ട്. കുറക്കണം. അയ്യോ, ഞാൻ ഓടുന്നുണ്ട് മിസ്റ്റർ ചിത്രഭാനു. അതെനിക്കറിയാം. പക്ഷേ കാലത്തെ എഴുന്നേറ്റ് ഓടണം. ഓടുമ്പോ സംസാരിക്കണം. അപ്പൊ ഈ ഫുട്ബോൾ ഒക്കെ കളിക്കുന്നത് സംസാരിച്ചോണ്ടല്ലോ ഓടുന്നത്? അതിൽ കുഴപ്പമില്ല, കാരണം സംസാരിക്കുമ്പോ ഓടി പോകുന്നല്ലേ. ഊഞ്ഞാലാടാൻ അറിയോ? അതെന്തിനാ? വൈത്തിരിയിൽ ഒരു 100 ഏക്കർ. ആഹാ, ഇങ്ങനെ പോയാ പിന്നെ ടൂറിസ്റ്റ് എങ്ങനെ വിസിക്കും? ഓ, ഐ മിസ്സസ് റോയ്. എന്താണ് മിസ്സസ് ഹരിപ്രസാദ് ഇങ്ങനെ ഉറങ്ങി തൂങ്ങി? ഒന്ന് വാമപ്പാകോ. നിങ്ങളുടെ ഗോൾഡൻ ഡേയ്സ് അല്ലേ? പാരന്റ്സ് അമേരിക്കയിൽ, പഠിച്ചത് ഊട്ടിയിൽ. ഹസ്ബൻഡായി കിട്ടിയിരിക്കുന്നത് ഒരു ബിസിനസ് മാഗ്നറ്റിനെ. Come on, let's have a drink and enjoy the party. എനിക്കിതൊന്നും ശീലമില്ല. ഓ, ഇങ്ങനെയല്ലേ ശീലിക്കുന്നത്? How can you behave like this? You spoiled my sorry. Oh my God. What did I do? ബ്ലഡി നോൺസെൻസ്. ഇങ്ങനെയാണോ ഒരു പാർട്ടിയിൽ ബിഹേവ് ചെയ്യുന്നത്? എന്താ ഹരി ഇത്? പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച്? അതല്ല മിസ്റ്റർ ശിവൻ, തുടക്കത്തിലെ തിരുത്തണം. വൈകിയാ പിന്നെ പറ്റില്ല. വേണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. തട്ടി എറിയണോ? ആണുങ്ങളല്ലേ, അവരവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് പലരോടൊത്തും കൂടേണ്ടി വരും. നമ്മൾ എവിടെയും നമ്മളായിട്ട് നിൽക്കുക. അവന് മൂക്കത്താ ചുണ്ടി, അതുകൊണ്ട് പറ്റിപ്പോതായിരിക്കും. അറിയോ, ഈ നിക്കണ ആളും ഒട്ടും മോശമല്ല. കല്യാണം കഴിഞ്ഞ ഒരാഴ്ച അല്ലേ അശ്വതി നമ്മുടെ ആദ്യത്തെ കച്ചറ? അയ്യട, ഒരാഴ്ചയോ? 3 ദിവസം. തളിയിൽ അമ്പലത്തിൽ തൊഴാൻ പോണ വിളിക്കും. പോവാന്ന് തലേന്ന് ഞാൻ ഏറ്റും പോയി.
കറങ്ങി തിരിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോ നട്ടപ്പാതിര തുടങ്ങിയില്ല എവിടെ കരച്ചില്, കണ്ണീര് കൊണ്ട് ആ മുറി നിറച്ചവള്. പിന്നെ രക്ഷയില്ല, ഒരു 1.5 കെട്ടൊക്കെ ഞാനും കൊണ്ട് പിടിച്ചു. ഒടുവിൽ എന്റെ കൈ ഒന്ന് പൊങ്ങി. നമ്മൾ പഠിച്ച തന്ത്രം അതല്ലേ, തല്ലിയില്ല, ഒന്ന് ഓങ്ങിയുള്ളൂ, പിന്നെ ഉണ്ടായിട്ടില്ല. പരസ്പരം അറിഞ്ഞറിഞ്ഞ് വരും വരെ ഈ ദാമ്പത്യം സത്യമില്ലാത്തൊരു ബന്ധം. അറിഞ്ഞു വന്നാലോ ഇത്രയും സത്യമുള്ളൊരു ബന്ധം ഈ ലോകത്തില്ല. മോളെ, ഏത് ചെറിയ കാര്യത്തെയും വലുതാക്കാം. വലിയ കാര്യങ്ങളെ വലിയ മനസ്സുകൊണ്ട് സാരില്ലാന്ന് അങ്ങോട്ട് ചെറുതാക്കി കാണാൻ പറ്റുമ്പോഴേ ജീവിതം എന്ന് പറയണ വണ്ടി അങ്ങോട്ട് ഉള്ളൂ. ഇല്ലെങ്കിലേ കുടുംബം കട്ടപ്പുറത്തായി പോകും. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഏട്ടനല്ലേ പറഞ്ഞേ, ചെല്ല്. പിന്നെ മോളുടെ തമാശക്കാരനായ അച്ഛനോട് ഈ വക തമാശയൊന്നും അറിയിക്കരുത് കേട്ടോ. ചെല്ല്. അല്ല, ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യും? നമ്മൾ പോയിരുന്ന നാമം ജപിക്കാം. വാ. അത്രേ ഉള്ളൂ. ഇന്ന് അത്രേ ഉള്ളൂ. കേരളീയർ കൊതിയന്മാരാണ്. അടുത്ത വീട്ടിൽ എന്തുണ്ടോ അത് തനിക്കും വേണം. അതെങ്ങനെയും സമ്പാദിക്കണം. വാട്ട് ഐ മീൻ ഇസ്, ഇവിടെ എന്ത് വിറ്റാലും ചിലവാകുന്ന ഒരു കമ്പോളമുണ്ട്. സൊസൈറ്റിയുടെ ഈ സൈക്കോളജി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അതാണ് ബിസിനസ്. തവണ വ്യവസ്ഥയുണ്ടെങ്കിൽ എത്ര പലിശയ്ക്കായാലും എന്തും വാങ്ങിച്ചു കൂട്ടാൻ തയ്യാറാവുന്ന മലയാളിയെ നാം ആവുന്നത്ര കാർ ഉടമകളാക്കുന്നു. ഓപ്പൽ ആൻഡ് ഷെവർലെ കാറിന്റെ ഡീലർഷിപ്പ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. പുതിയ സെറ്റപ്പിൽ ക്വാളിഫൈഡ് ആയ മിടുക്കന്മാരായ കുറച്ച് സ്റ്റാഫിനെ നമ്മൾ കോൾ ഫോർ ചെയ്യണം. അതെ, മിസ്റ്റർ ഗണപതി ഡ്രാഫ്റ്റ് ചെയ്ത ലെറ്റർ എന്ത് ചെയ്യും? ആയതിനാൽ മേൽപ്പറഞ്ഞ സ്ഥാപനത്തിന്റെ താഴെ പറയുന്ന തസ്തികകളിലേക്ക് 50 കൊല്ലം പഴക്കമുള്ള ഏതോ അടിയാധാരം വായിക്കുന്ന പോലുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഒരെണ്ണം ഡ്രാഫ്റ്റ് ചെയ്യാം സർ. ഗുഡ്. ഗണപതി സ്വാമി, ആന്റണിയാണ് പുതിയ ഓഫീസ് മാനേജർ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? മനസ്സിലായി വരുന്നു. എന്ന് വെച്ച് ഗണപതി സ്വാമി വെറുതെ ഇരിക്കണ്ട. മറ്റു കാര്യങ്ങളൊക്കെ ആവും വിധം ശ്രദ്ധിച്ചോളൂ. പ്രായം, കാലത്തിന്റെ മാറ്റം, അതൊക്കെ എല്ലാവർക്കും ബാധകമാണ്. എനിവേസ്, താങ്ക് യു ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. സീ യു. Okay, we'll let you know. Thank you. Thank you, sir. Next. Oh. Veni Warrior. Miss Veni Warrior. Take your seat. Thank you. So, you've resigned from a multinational company in Mumbai, right? Yes, sir. Well, why do you think Leela Group can provide you with something better than your previous concern? ഇവിടെ എൻ്റെ അട്രാക്ഷൻ സാലറി മാത്രമല്ല സർ. നിത്യരോഗിയായ എൻ്റെ അമ്മയും വിധുവായ ഏടത്തിയും മക്കളും, അവരുടെ ഏക ആശ്രയം ഞാൻ മാത്രമാണ്. ഇവിടെയാകുമ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പാലക്കാട്ടുള്ള എൻ്റെ കുടുംബത്തിലെത്താമല്ലോ. അതിലുപരി ലീല ഗ്രൂപ്പിന്റെ ഇമേജിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം സർ. Well, I'm fully satisfied with your biodata and I appoint you as my personal secretary. Thank you, sir. Thank you so much. You're welcome. വൈകി പോയിട്ടോ, ട്രാഫിക് പെട്ടുപോയി. അച്ഛാ, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ചാകുണ്ണേട്ടാ, എന്താണ്? വന്നോ. Hello. Morning. Sorry. Sir is very busy. Please call back after some time. Thank you. Sir, ദുബായിൽ നിന്ന് വൺ മിസ്റ്റർ യാക്കൂബ് വിളിച്ചിരുന്നു. ഞാൻ പിന്നെ വിളിക്കാൻ പറഞ്ഞു. That's fine. വേണി, മിനിസ്റ്റർ സെക്രട്ടറി വിളിച്ചിരുന്നു. ഓൺ ദ വേ ആന്ന് പറഞ്ഞു. റൈറ്റ്, താങ്ക് യു. ക്യാരി ഓൺ. ഓക്കേ. തന്റെ സെക്രട്ടറി ആളൊരു മിടുക്കിയാണല്ലോ. വെരി സ്മാർട്ട്. താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഐ എം വേണി, PA to Hari sir. I heard lot about you. പിന്നെ എക്സ്ക്യൂസ് മീ സർ. ഹലോ. ടെൽ മീ.
നമസ്കാരം. നമസ്കാരം. ആരമായിട്ട് അളിയൻ പൊക്കോ. അതാണ് വിളക്ക്. കൊളത്തിക്കോളും. ഫോട്ടോ. സുഹൃത്തുക്കളെ, ഈ സ്ഥാപനത്തിന് സർവ്വവിധ നന്മകളും ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സർ. ആ, ഒരു മിനിറ്റ്. കണ്ണൂരിൽ 10 മണിക്ക് എത്തേണ്ടതാ. ഇപ്പൊ തന്നെ ലേറ്റായി. എന്നെ ഒന്ന് ഒഴിവാക്കണം. വരുന്ന വഴി അച്ഛനെ കാണാൻ ഇറങ്ങാം. വരട്ടെ. ആ സർ, അയ്യോ വേണ്ട, ഷുഗർ ആണേ. സത്യത്തിൽ ഞാൻ മന്ത്രി വരുമെന്ന് വിചാരിച്ചതേയല്ല. എക്സ്ക്യൂസ് മീ സർ, രാഹുകാലത്തിന് മുമ്പ് കീ കൊടുക്കണ്ടേ? സമയായി. ഏട്ടാ, അടുത്ത കീ ഹാൻഡ് ഓവർ ചെയ്യലാണ്. നടക്കട്ടെ നടക്കട്ടെ. അതെ, ഏട്ടനാ ചെയ്യേണ്ടത്. ഏട്ടന്റെ കൈകൊണ്ട് അത് വേണ്ടത്. എന്താ സ്വാമി, അത്രയ്ക്ക് പുണ്യം ചെയ്ത കൈയാണോ എന്റേത്? ഇവന്റെ ഓരോ പരിപാടികള്. ശിവനാണ് ആദ്യത്തെ വണ്ടി കിട്ടിയിരിക്കുന്നത്. ശിവനോ? അതെന്തിനാ അത്? അതൊന്നും വേണ്ട. ചടങ്ങിന് വന്നു നിന്നു. അത് തന്നെ എനിക്ക് മനസ്സിന് പിടിച്ചിട്ടില്ല. പത്രപരസ്യം കണ്ടപ്പോൾ ആദ്യത്തെ ബുക്കിംഗ് ഭാരത് മോട്ടോഴ്സിൻ്റെതായിരുന്നു. ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റില്ലല്ലോ. ഇത്രയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആ താക്കോൽ കൊടുത്താൽ മതി. ഇന്ന പണിക്ക് വരൂ. അയ്യോ ഏട്ടാ, പ്ലീസ്. ഞാൻ പറഞ്ഞ ഏട്ടൻ കേക്കില്ലേ? നമ്മളൊരു പുതിയ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യല്ലേ? അതിന്റെ എല്ലാ ചടങ്ങും ഐശ്വര്യത്തിലാവണം. ഏട്ടന്റെ കൈകൊണ്ട് തന്നെ വേണം താക്കോൽ ദാനം. ഹരിയുടെ ഒരു ആഗ്രഹമല്ലേ, അപ്പോൾ ഇതിനെതിരെ നിൽക്കണ്ട. സർ, ഞാൻ കൊടുക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അടുത്തതായി ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ആദ്യത്തെ വാഹനത്തിന്റെ താക്കോൽ ഭാരത് മോട്ടോഴ്സ് MD ശ്രീ ശിവൻകുട്ടി മേനോൻ, ലീല ഗ്രൂപ്പ് MD അപ്പുക്കുട്ട മേനോനിൽ നിന്നും ഏറ്റുവാങ്ങുന്നു. ഇനിയുള്ള യാത്രകൾ നന്മയിലേക്കാവട്ടെ. ഇടത്തിയാനെ, വലത്തിയാനെ, ഇടഞ്ഞാനെ, അവിടെ നിക്കാനേ. ചിരിക്കുന്നില്ല. നീ ഒന്ന് ശ്വാസം വിട, എന്റെ അപ്പു പൊട്ടിപ്പോവും. എനിക്കിപ്പോ അച്ഛന്റെ തമാശ അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഓ ഗണപതി, തന്റെ കയ്യിലുണ്ടോ 2 തമാശ കടെടുക്കാൻ? പിന്നീട് അങ്ങോട്ട് തിരിച്ചു തരാം. എന്റെ മോനെ എനിക്കിപ്പോ ഒന്ന് ചിരിപ്പിക്കാനാ. ആ ദേ ചെറിയ മുതലാളി, കാറ് കച്ചവടക്കാരൊന്നും ഇങ്ങോട്ട് വരിക. ദേ നിന്റെ ഏട്ടൻ നിൽക്കുന്നത് കണ്ടില്ലേ? അവന്റെ അത്രയും നീളത്തിലുള്ള ഒരു റെയിലിന്റെ കഷ്ണം വിഴുങ്ങിയിട്ട് നിൽക്കുന്നത് പോലില്ലേ? ശിവനാ പ്രശ്നം. ഈ ഏട്ടന്റെ ഒരു കാര്യം, വിൽക്കാൻ വെച്ച സാധനം വാങ്ങാൻ വരുന്നവരാരാണെന്ന് നമ്മൾ എന്തിനു നോക്കണം? തന്നെയല്ല, വണ്ടി ആദ്യം ബുക്ക് ചെയ്ത് ശിവനാ. അപ്പൊ പ്രയോറിറ്റി അനുസരിച്ച് ആദ്യ വണ്ടി ശിവന് കൊടുത്തല്ലേ പറ്റൂ. അതന്നെ ഞാനും പറയുന്നേ. ഇടിച്ചു കയറി വന്ന ആളായത് ശിവന്റെ മെടുക്ക്. മറക്കാനും പൊറുക്കാനും പറ്റാന്നുള്ളതാണ് മനസ്സിന്റെ വലിപ്പം. നിനക്കതുണ്ടല്ലോ, ഇല്ലടോ? പിന്നല്ലേ. ആ, ശത്രുവാണെങ്കിലും നമ്മൾ ശത്രുത കളഞ്ഞ് മിത്രമായി കൂടെ നിർത്തണം. ശിവൻ മനസ്സ് മാറി ഇവിടെ കേറി വന്നവനാ. മനസ്സ് മാറി വരുന്നവർക്ക് മഹാവില കൊടുക്കണം. അച്ഛൻ ഒന്നീ തമാശ അല്ലെങ്കിൽ വേദാന്തം. എന്തോ അച്ഛൻ പറയുന്ന വലിപ്പമൊന്നും എന്റെ മനസ്സിലില്ല. അതെ, അപ്പുവിന്റെ മനസ്സിന് പിടിക്കാത്തതൊന്നും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. എല്ലാം കൂടി ആലോചിച്ച് ഒത്തൊരുമയോട് കൂടിയേ ചെയ്യാവൂ. ചെല്ലേ. എന്റെ മക്കൾക്ക് ശത്രുക്കളും അവരെ കൊണ്ടുള്ള ദോഷങ്ങളും ഉണ്ടാവരുത്. വിഷപ്പല്ല് പറിച്ചാ പിന്നെ ഏത് പാമ്പിനെ കഴുത്തിലിട്ട് നടക്കാം. എന്താ പോയിന്റ്? എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? അല്ല, എല്ലാം കഴിഞ്ഞിട്ട് പുറകീന്ന് ആക്കിയ ഒരു ഇളി ഉണ്ടല്ലോ, അതിപ്പുണ്ടോ നോക്കിയതാ. അതിപ്പ ഇല്ല. അല്ല, എനിക്കിപ്പോ ഒന്ന് കാണണം. ആ, ഒന്ന് കാണിക്കട്ടെ. അതിപ്പോ കാണിക്കാൻ പറഞ്ഞ എന്റെ സ്വാമി. വൈകുന്നേരം 5 മണിക്കല്ലേ കേട്ടാ, ഞാൻ എത്തിക്കോളാം. ശരി. എന്താ പറയണ? ശമ്പളം അഡ്വാൻസിന് എഴുതി കൊടുത്തിരുന്നു. മോള് സുഖമില്ലാണ്ട് ആസ്പത്രിയില്ല. എന്നിട്ട് കിട്ടിയില്ല. അഡ്വാൻസ് കൊടുക്കലൊക്കെ നിർത്തിന്ന് പറഞ്ഞു. സ്വാമി അങ്ങനെ പറഞ്ഞോ? ഞാൻ ആരാ പറയാൻ? വല്ലപ്പോഴും അപ്പുവിൻ്റെ കൂടെ ഇവിടെ വരുന്നു പോകുന്നു എന്നല്ലാതെ
ആന്റണി മാനേജരാവും പറഞ്ഞത്. ആ ദാ ഈ മനുഷ്യന്റെ ശമ്പള അഡ്വാൻസ് എന്തേ കൊടുത്തില്ല? ലീല ട്രാൻസ്പോർട്ട് കമ്പനിയുടെ അക്കൗണ്ട്സും ലീല കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അക്കൗണ്ട്സും ലീല ടിമ്പേഴ്സ്. ഈ ലീല എന്ന് കണ്ടമാനം പറയണ്ട, അതെന്റെ അമ്മന്റെ പേരാ. സോറി സർ, അക്കൗണ്ട്സ് എല്ലാം തരംതിരിച്ച് ഓഡിറ്റ് ചെയ്ത ശേഷം മാത്രം അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഹരി സർ. എങ്കിൽ നിങ്ങൾ ആ ജോലി വേഗം ചെയ്തു തീർക്ക്. സർ, നിങ്ങൾ ഓരോരുത്തരുടെയും ഓഡിറ്റ് കഴിഞ്ഞിട്ട് വേണം ആ പാവപ്പെട്ട കുട്ടിക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. ഇക്കാരണം കൊണ്ട് ചികിത്സ കിട്ടാതെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓഡിറ്റ് കഴിഞ്ഞ് അതിനെ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും. നിങ്ങൾ അറിയാലോ, കൊല്ലം കുറേയായി സ്ഥാപനങ്ങൾ അന്തസ്സായിട്ട് നടന്നു പോകുന്നു. ഇക്കാലം അത്ര ഇവിടെ പണിയെടുക്കുന്നവനെയും പാവപ്പെട്ടവന്റെയും സങ്കടവും കണ്ണീരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇതെന്താ സർക്കാർ ഓഫീസാ? ചുവപ്പ് നാടെ കൊടുങ്ങ ഒരു മരുന്ന് ചീട്ട് കിടക്കാൻ? എന്താ ഇവിടെ പോയാ സ്വാമി? നാരായണ കാശ് കൊടുത്തേക്ക്, എന്നിട്ട് എന്റെ കണക്കിൽ വെച്ചോളൂ. ശരി. അച്ഛനൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? മനുഷ്യ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. നിനക്കെന്ത് ടെൻഷൻ? അച്ഛൻ നാളെ സ്കൂളിൽ പോണ്ടല്ലോ. ദേ കണ്ടമാനം കാര്യങ്ങളിൽ ആൾക്കാർ ടെൻഷൻ എടുപ്പിക്കാവുന്ന വേഗം നോക്കാൻ ശ്രുതി. ഇല്ലെങ്കിൽ ഇവൾക്ക് എപ്പോഴാ ടെൻഷൻ ഇല്ലാത്ത? അച്ഛനോ? അച്ഛന് ടെൻഷൻ ഇല്ലാത്തോണ്ട് നേരത്തെ കഴിച്ചു കിടന്നു. ചെറിയച്ചാ ഒന്ന് അങ്ങോട്ട് വരുന്നുണ്ടോ? കല്യാണി തുടങ്ങിക്കോ, നാളെ സ്കൂളിൽ പോണ്ടല്ലേ. ടെൻഷൻ ആക്കല്ലേ. ഇവിടെ കല്യാണിക്ക് നീ വരാഞ്ഞിട്ടാ ടെൻഷൻ. കഴിക്ക്. എന്തേ സുഖല്ലേ നിനക്ക്? അവന് ഭയങ്കര ഇഷ്ടമായി ഈ മീൻ. ചെറുപ്പത്തിൽ മുണ്ടോണ്ടരിച്ച് പരൽമീൻ പിടിച്ചു കൊടുക്കുമായിരുന്നു ഞാൻ. എന്നിട്ട് എന്തേ എല്ലാ മൂപ്പരും ഒറ്റയ്ക്ക് അടിക്കും, എനിക്കൊരു കട്ടം തരും. അപ്പോഴേട്ടൻ ഇന്ന് ഓഫീസിൽ കാണിച്ചോട്ട് ശരിയായില്ല. എന്താടാ? എന്റെ സ്റ്റാഫിന്റെ മുന്നിൽ എനിക്ക് വിലയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവിടെ? എന്റെ സ്റ്റാഫ് അങ്ങനെയൊക്കെ ഉണ്ടോ മോനെ? ബിസിനസ്സാ ഞാൻ പഠിച്ചത്, അതിനാണല്ലോ എന്നെ പഠിപ്പിച്ചത്. അപ്പോഴേട്ടൻ അതല്ല, പാവങ്ങളെ പറ്റില്ല, തൊഴിലാളി സ്നേഹം, അങ്ങനെ കുറെ സെന്റിമെന്റ്സ്, അതവരൊക്കെ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ അങ്ങനെയുള്ളവരല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വളരില്ലായിരുന്നു. അവർക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോഴാ മുതലെടുക്കാനും പണിമുടക്കാനും ഒക്കെ വരുന്നത്. അതൊക്കെ പോട്ടെ, നീ ഇത് കഴിക്ക്. അപ്പോഴേട്ടാ ഡോണ്ട് ടേക്ക് മീ സില്ലി. അതാ അപ്പൊ നന്നായത്. ഒന്ന് പതുക്കെ പറയേ. നേരം കെട്ട നേരത്തെ ഇംഗ്ലീഷ് കേട്ടിട്ട് നീ അച്ഛനൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇതാ ഏട്ടന്റെ ഒരു തന്ത്രം. ചെയ്യേണ്ടതും പറയേണ്ടതും ഒക്കെ അങ്ങ് ചെയ്യും, പറയും, പിന്നെ അത് തമാശയാക്കും, എന്നിട്ട് ഒടുവിൽ ഒരു കണക്കിൽ വെക്കലും. അതിന് നീ ആഹാരം കഴിക്കാതെ കേട്ടാ. അത്താഴം മുടങ്ങിയ അരപ്രാവിന്റെ തൂക്കം കുറയുന്ന